പ്രകാശത്തിലേക്ക് നമ്മൾ വഴിമാറുന്നത് അതെല്ലാം സുപ്രഭാതമാണ്, പ്രഭാതമാണുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നറിയില്ല. എല്ലാ ദിവസങ്ങളിലും രാത്രി രവീന്ദ്രനാഥ ടാഗോർ തന്റെ ഹൗസ് ബോട്ടിനകത്ത് ഒരു നദിയിലൂടെ യാത്ര ചെയ്ത് വനാന്തരത്തിൽ പോയി ആ നദിയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് ഒരു മെഴുകുതിരി വെട്ടത്തിൽ പുസ്തകം വായിക്കുന്ന പതിവുണ്ടായിരുന്നു. ഒരു നല്ല നിലാവുള്ള രാത്രിയിലാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ത് ചെയ്തു? ഈ ഹൗസ് ബോട്ടിൽ കയറി തനിച്ച് അങ്ങ് യാത്ര ചെയ്ത് വനാന്തരത്തിൽ അങ്ങനെ നിർത്തിയിട്ട് ആ മെഴുകുതിരി വെട്ടത്തിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ച് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരുന്നു. വളരെ ടച്ചിങ് ആയിട്ടൊരു പുസ്തകമായിരുന്നു, ടഫായിട്ടൊരു പുസ്തകമായിരുന്നു. ആ പുസ്തകം വീണ്ടും കൺഫ്യൂഷൻ ആക്കിയ സമയത്ത് പുസ്തകം അടച്ചു വെച്ച് മുന്നിലുള്ള മെഴുകുതിരി ഊതിക്കെടുത്തി. ആ ഊതിക്കെടുത്തിയ നിമിഷം ആ ഹൗസ് ബോട്ടിന്റെ ജനലഴികൾക്കിടയിലൂടെ നിലാവെളിച്ചം അതിനകത്തേക്ക് ഇങ്ങനെ പതഞ്ഞൊഴുകി വരുന്നത് രവീന്ദ്രനാഥ ടാഗോർ കണ്ടു. അദ്ദേഹം പുറത്തേക്ക് നോക്കി. ഇരത്തൊപ്പിലെല്ലാം മഞ്ഞത്തുള്ളി ഒറ്റപ്പിടിച്ചിരിക്കുന്നത് പോലെ നിലാവിൽ ഒറ്റപ്പിടിച്ചിരിക്കുകയാണ്. നദിയിലുള്ള പാലൊഴുകുന്നത് പോലെ നിലാവെളിച്ചത്തിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്റെ ഡയറി കുറിപ്പിൽ ഇങ്ങനെ എഴുതി വെച്ചു: ആ നിലാവെട്ടം എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ മുന്നിലെ ആ മെഴുകുതിരിയെ വെളിച്ചമാണ് വെളിച്ചമെന്ന് ഞാൻ ധരിച്ചപ്പോൾ ആ നിലാവെളിച്ചം എന്നിലേക്ക് കടന്നു വരാൻ പഠിച്ചിട്ടുണ്ട്. എപ്പോഴാണോ ഞാൻ അതിനെ ഊതിക്കെടുത്തിയത്